നമസ്കാരം. UDF പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ 100% പ്രതീക്ഷയുണ്ടെന്ന് PV അൻവർ. മുന്നണിയുടെ ഭാഗമാകാൻ തന്നെയാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത്. വിലപേശൽ ചർച്ചയല്ല. വിലപേശാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം വിട്ടെറിഞ്ഞു വന്നയാളാണ് താൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും PV അൻവർ പ്രതികരിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നണി പ്രവേശനം തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രം ആവശ്യമല്ല. പിണറായിസത്തിനെതിരെ UDF നടത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും മുന്നിൽ നിന്ന് പിന്തുണയ്ക്കും. ആ പോരാട്ടത്തിൽ ഒപ്പമുണ്ടാവുമെന്ന ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ BJPയിൽ ആശയക്കുഴപ്പം. മത്സരിക്കേണ്ട നിലപാട് ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ചതോടെയാണ് ആശയക്കുഴപ്പം രൂപപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രസക്തിയില്ല. അതിനാൽ സമയവും അധ്വാനവും സാമ്പത്തികവും നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം നേതാക്കൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ എതിർക്കുന്നത്. എന്നാൽ അതേസമയം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പകരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വത്തിന്റെ നിർദ്ദേശം. പുതുതായി എത്തിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ ദൗത്യമായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണേണ്ടതില്ലെന്നാണ് BJPയുടെ തീരുമാനം. നിലമ്പൂരിൽ തിരിച്ചടിയുണ്ടായാൽ പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകരുമെന്നും നേതൃത്വം കണക്കാക്കുന്നുണ്ട്. എന്നാൽ വോട്ട് മറിച്ചെന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന ആശങ്കയും BJPയെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8595 വോട്ടാണ് BJPക്ക് നേടാനായത്. 2016 മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 12284 വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു. 2024 ഇത് കുറയുകയും ചെയ്തിരുന്നു.